മന്ത്രിസ്ഥാനത്തിന് പിന്നാലെ ഗതാഗത വകുപ്പിൽ കെ.ബി. ഗണേഷ് കുമാറിന്റെ വെട്ട്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപിറക്കിയ സ്ഥലം മാറ്റ പട്ടിക ഗണേഷ് കുമാർ ഇടപെട്ട് മരവിപ്പിച്ചു. ഗതാഗത കമ്മീഷണറാണ് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏൽക്കുന്നതിന് അരമണിക്കൂർ മുൻപ് സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയത്. അതേസമയം 2 മന്ത്രിമാരുടെ മാറ്റത്തോടെ സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ ബാധ്യതയാണ്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഇന്നലെ ഗതാഗത വകുപ്പിൽ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ 18 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പ്രൊമോഷൻ ട്രാൻസ്ഫറും 57 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റവുമാണ് ഉണ്ടായിരുന്നത്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ സ്ഥലം മാറ്റ ഉത്തരവിൽ പിടിവീണു. ഇന്ന് രാവിലെയോടെ ഉത്തരവ് മരവിപ്പിച്ചു. പുതിയ മന്ത്രി എത്തുന്നതിന് തൊട്ടു മുൻപ് ഉദ്യോഗസ്ഥരുടെ കൂട്ടസ്ഥലമാറ്റത്തിന് ഗതാഗത കമ്മീഷണറെ പെരുപ്പിച്ച ചേതോവികാരം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ മുതൽ വകുപ്പിൽ സ്ഥലംമാറ്റ ഉത്തരവ് വിവാദമായിരുന്നു. നേരത്തെ വിചിത്രമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് നടത്തിയ സ്ഥലംമാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇടപെട്ട് റദ്ദാക്കി. പിന്നീട് വീണ്ടും മറ്റൊരു സ്ഥലംമാറ്റ ഉത്തരവിറങ്ങി. ഇതിൽ ചിലർ സ്ഥലംമാറ്റത്തിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. എന്നാൽ അന്ന് ദൂരേക്ക് തെറിച്ചവരിൽ ചിലരെ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുള്ളതാണ് പുതിയ ഉത്തരവ്. ആ ഉത്തരവാണ് കെ.ബി. ഗണേഷ് കുമാർ ഇടപെട്ട് വെട്ടിയത്. അതേസമയം 2.5 വർഷത്തിന് ശേഷം 2 മന്ത്രിമാർ രാജിവെച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ ഇനത്തിൽ സർക്കാരിനുണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യത. 2 മന്ത്രിമാരുടെയും സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനം ലഭിച്ച 27 പേർക്കും ഇനി ആജീവനാന്ത പെൻഷൻ ലഭിക്കും. 3450 രൂപ മുതൽ 6000 രൂപ വരെയാണ് പെൻഷൻ. ഇതിനു പുറമെ DA അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഇനി പുതിയ മന്ത്രിമാരുടെ സ്റ്റാഫ് കൂടി വരുന്നതോടെ സർക്കാരിന് ബാധ്യതയേറും. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.